അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നിറവേറാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും അതിനോടനുബന്ധിച്ചുള്ള ദുആയും ദിക്റൊക്കെയാണ് നാം ചർച്ച ചെയ്യുന്നത്. നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. നല്ല ജോലി കിട്ടണം, നമ്മുടെ മക്കളെ കെട്ടിച്ചു വിടണം, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് മെച്ചത്തിലാകണം, ഭർത്താക്കന്മാരുടെ ജോലിയിൽ നല്ല റാഹത്തുണ്ടാവണം, ജോലി ഇല്ലാത്തവരുണ്ടാവണം, ജോലി കിട്ടണം, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവണം, ഉള്ള മക്കൾ സ്വാലിഹീങ്ങളാകണം. ഇങ്ങനെ പലവിധ ആവശ്യങ്ങൾ, ഒരുപാട് ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. റബ്ബ് നൽകേണ്ട ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും, സൃഷ്ടികളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നിറവേറാൻ ഉതകുന്ന ഒരു നല്ല കാര്യം ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൻ അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫൽ അസ്ലമി റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹിബിന് അബി ഔഫൽ അസ്ലമി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഖാല, മഹാനവറുകൾ പറയാൻ, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, മൻ കാനത് ലഹു ഹാജത്തുൻ ഇലല്ലാഹ്, ആർക്കെങ്കിലും അള്ളാഹുവിലേക്ക് വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ, നമുക്കൊക്കെ അള്ളാഹുവിനോട് ചോദിക്കാൻ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ടാവും. നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, അതുപോലെ നമുക്ക് ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അസുഖങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ മാറാൻ വേണ്ടി റബ്ബിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, റബ്ബിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഹബീബായ തങ്ങൾ പറയാണ്, ഔ ഇലാ അഹദിൻ മിൻ ഖൽഖിഹി, അല്ലെങ്കിൽ സൃഷ്ടികളോട് എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ, നമ്മൾ ആളുകൾക്ക് കടം കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് കടം വീട്ടാനുണ്ട്, നമ്മൾ ഒരാളിൽ നിന്ന് കുറെ പൈസ കടം വാങ്ങിയിട്ടുണ്ട്, അത് വിട്ടാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കാനുണ്ട്. അങ്ങനെയൊക്കെ സൃഷ്ടികളോട് വല്ല ആവശ്യമോ റബ്ബിനോട് വല്ല ആവശ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫല്യതവല്ലഅ വൽ യുസല്ലി റകഅത്തൈൻ, ആദ്യം എന്ത് ചെയ്യുക, പോയി ഉളു എടുക്കുക, എന്നിട്ട് വൽ യുസല്ലി റകഅത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കുക. ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരം എന്ന് പറയും. നമ്മൾ കുത്തുബിയത്തിലൊക്കെ 12 റക്അത്ത് നിസ്കാരമൊക്കെ നിസ്കരിക്കും ഖളാഉൽ ഹാജത്തിന്റെ. അതുപോലെ ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരം എന്ത് ചെയ്യുക, ഉളു എടുത്തിട്ട് നേരെ പോയിട്ട് ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരം എന്ന് നിയത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. അതിനുശേഷം സുമ്മ ലിയഖുൽ, അതിനുശേഷം നിങ്ങൾ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം എന്നുള്ള ഈ ദിക്ർ എന്ത് ചെയ്യാൻ പറയാം. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അർഷിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന ഈ ദിക്ർ എന്ത് ചെയ്യാൻ പറയാം. അതിനുശേഷം ഒരു ദുആ ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന കൂടി നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി നൽകും, അള്ളാഹു നമുക്കതൊക്കെ നിറവേറ്റി നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാതി റഹ്മതിക് വഗസാഇമ മഗ്ഫിറതിക് والغنيمة من كل بر والسلامة من كل إثم أسألك ألا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها لي എന്നുള്ള ഈ പ്രാർത്ഥന എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അതിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാതി റഹ്മതിക്, അള്ളാഹുവെ നിന്റെ റഹ്മത്ത് നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഗസാഇമ മഗ്ഫിറതിക്, നിന്റെ മഗ്ഫിറത്ത് ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ അള്ളാഹുവെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. വൽ ഗനീമത മിൻ കുല്ലി ബിർരിൻ, എല്ലാ നന്മയിൽ നിന്നുള്ള ഗനീമത്ത് സമ്പാദ്യം അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വസലാമത മിൻ കുല്ലി ഇസ്മി, എല്ലാ തെറ്റുകളിൽ നിന്നുള്ള സംരക്ഷണം അള്ളാഹുവെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. അസ്അലുക അല്ലാ തദഅ ലി ദംബൻ ഇല്ലാ ഗഫർതഹ്, അല്ലാഹുവേ അസ്അലുക നിന്നോട് ഞാൻ ചോദിക്കുന്നു, അല്ലാ തദഅ ലി ദംബൻ, അല്ലാഹുവേ ഒരു തെറ്റും നീ ബാക്കിയാക്കരുത് അല്ലാഹ്, എങ്ങനെയല്ലാതെ, ഇല്ലാ ഗഫർതഹ്, നീ പുറത്തു നൽകിയിട്ടല്ലാതെ. അല്ലാഹു എന്റെ എല്ലാ തെറ്റും പുറത്തു നൽകണേ എന്നർത്ഥം. വലാ ഹമ്മൻ ഇല്ലാ ഫറജ്തഹ്,
അള്ളാഹുവെ എന്റെ ഒരു വിഷമവും നീ ബാക്കിയാക്കരുത് അള്ളാഹ്, ഒരു വിഷമവും നീ ബാക്കിയാക്കരുത് അള്ളാഹ്. ഫറജ്ത, അത് തീർത്തിട്ടല്ലാതെ, അത് മാറ്റി നൽകിയിട്ടല്ലാതെ. വലാ ഹാജത്തൻ ഹിയ ലക റിളൻ, അള്ളാഹുവെ ഒരു ആവശ്യവും നിനക്ക് തൃപ്തിയുള്ള എന്റെ ഒരു ആവശ്യവും, അള്ളാഹുവെ നിനക്ക് തൃപ്തിയുള്ള എന്റെ ഒരു ആവശ്യവും നീ ബാക്കിയാക്കരുത് അള്ളാഹ്. ഇല്ലാ ഖളൈതഹാലി, അതെനിക്ക് നീ നിറവേറ്റി നൽകിയിട്ടല്ലാതെ. നിനക്ക് തൃപ്തിയുള്ള എന്റെ ഒരു ആവശ്യവും നീ ബാക്കിയാക്കരുത്. ഇല്ലാ ഖളൈതഹാലി, അതെനിക്ക് നിറവേറ്റി നൽകിയിട്ടല്ലാതെ. എന്റെ ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റി നൽകണേ അർത്ഥം. അങ്ങനെ ഈ പ്രാർത്ഥന എന്ത് ചെയ്യുക, നമ്മൾ പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. അതെന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് സുമ്മ യസ്അലുല്ലാഹ മിൻ അംരി ദുനിയ വൽ ആഖിറ, എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ദുന്യാവിന്റെ ആഖിറത്തിന്റെ ഒക്കെ ആഗ്രഹങ്ങൾ, നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അതൊക്കെ ചോദിക്കുക. ഫഇന്നഹു യുഖദ്ദർ, അപ്പൊ എന്താവും, അതൊക്കെ ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അപ്പോ എന്നിട്ട് ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം ആ ദിക്ർ ചൊല്ലുക. എന്നിട്ട് എന്ത് ചെയ്യുക, മറ്റേ പ്രാർത്ഥന എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ദുന്യാവിന്റെ ആഖിറത്തിന്റെ ഒക്കെ ആവശ്യങ്ങൾ, നമുക്ക് ഇവിടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ആശകൾ ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ചോദിക്കുക. എന്നിട്ട് അപ്പം എന്താവും, അള്ളാഹു അതൊക്കെ നിറവേറ്റി നൽകും. തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, നിസ്കാരം നിർവഹിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. വലിയ പുണ്യമുള്ളതാണ്, ഒരിക്കലും നഷ്ടപ്പെടുത്തി കരുതല്ല പെട്ടവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി